നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആകപ്പാടെ കൺഫ്യൂഷനാണ്. എന്തിനാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടുമുട്ടിയത്? എന്തിനാണ് ആ വ്യക്തി ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനില്ലേ? നമുക്ക് നോക്കിയാലോ അതെന്താണെന്ന്. മൂന്ന് കാർഡാണ്. ഒന്ന് സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളിൽ ചിലർ ആ വ്യക്തിയെ കണ്ടുമുട്ടിയത് നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായത്തിനാണ്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു, അപ്പം നിങ്ങൾക്കൊരു ഹെൽപ്പ്, സാമ്പത്തികമായിട്ടുള്ളൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ചിലർ ആ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ. പക്ഷെ ചില വ്യക്തികൾക്ക് ആ വ്യക്തി വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് എന്നൊക്കെ പറയാം, അതായത് നിങ്ങളോട് ആ ഒരു വ്യക്തിക്കൊരു ഒരു പാർട്ട്ണറാക്കാൻ, ലൈഫ് പാർട്ട്ണറാക്കാൻ താല്പര്യമുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിൽ ചിലർക്ക്. അത് നിങ്ങൾക്ക് ലൈഫിലും നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ പലരോടാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും.